ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം ബി.ജെ.പി ഇത്ര കണ്ട് വലിയതാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ തിരിച്ചടിയിൽ പ്രധാന പങ്കുവഹിച്ചത് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിലെ സീറ്റ് നില തന്നെയാണ്. അതിൽ തന്നെ അപ്രതീക്ഷിതമായ മുന്നേറ്റം ഇന്ത്യ സഖ്യമുണ്ടാക്കിയത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിന്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനെ ഒഴിവാക്കാൻ കഴിയില്ല. യു.പി എന്ന് പറയുമ്പോൾ തന്നെ യോഗിയുടെ മുഖമാണ് മനസ്സിൽ തെളിയുക. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി യോഗി എന്ന ബ്രാൻഡിങ്ങിന്റെ ചുവട് പിടിച്ച് അദ്ദേഹം സംസ്ഥാനത്ത് സൃഷ്ടിച്ചെടുത്ത ജനപ്രീതിയും സ്വാധീനവും ഉൾപ്പെടെ സകലതും തിരഞ്ഞെടുപ്പ് കൊടുങ്കാറ്റിൽ പാറിപ്പോകുന്ന സാഹചര്യമാണ് ഇന്ന് നാം കണ്ടത്. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രാജ്യത്ത് ബി.ജെ.പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ തന്നെയായിരുന്നു യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, മറിച്ച് അണികളെ കൃത്യമായി കയ്യിലെടുക്കാൻ കഴിയുന്ന തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ അവരെ ആകർഷിക്കാൻ കെൽപ്പുള്ള നേതാവെന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ യോഗി ആദിത്യനാഥ് ഉണ്ടാക്കിയെടുത്ത സകല ഇമേജും ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒലിച്ചുപോയി. ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച യോഗിക്ക് ഈ തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതു തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു.പിയിലെ വമ്പൻ ജയത്തിന് ഏറെ പ്രശംസ കേട്ട യോഗി ആദിത്യനാഥ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്ഥാനമൊഴിയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില കൂടുതൽ മെച്ചപ്പെടുത്തിയതും ഹിന്ദുത്വ വിഷയങ്ങളിലും തന്നെ ഊന്നിയായിരുന്നു യോഗി ഇക്കുറി പ്രചരണം നടത്തിയത്. എന്നാൽ അവയൊക്കെയും ഉണ്ടയില്ല വെടിയായെന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. യോഗി ബ്രാൻഡിന് കാര്യമായ കോട്ടം തട്ടിയെന്ന് തന്നെയാണ് സംസ്ഥാനത്തെ ബി.ജെ.പി നേതാക്കൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ രാമക്ഷേത്ര ഉദ്ഘാടനം പോലെയുള്ള വിഷയങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇന്ത്യ സഖ്യം എങ്ങനെ യു.പിയിൽ ഈ നേട്ടമുണ്ടാക്കി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. മഹാരാഷ്ട്രയിലെ ബി.ജെ.പിയുടെ തിരിച്ചടിക്ക് പിന്നാലെ ദേവേന്ദ്ര ഫട്നാവിസ് രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചുവെന്നാണ് പുതിയ വിവരം. യോഗിയും അതേ പാത പിന്തുടരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. യു.പി ഫലം ഇന്ത്യ സഖ്യത്തിന് സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് യോഗിയും പ്രധാനമന്ത്രി മോദിയും നേരിട്ട് നയിച്ച പ്രചരണത്തെ പോലും പിന്നിലാക്കി അവർക്ക് ഈ നേട്ടമുണ്ടാക്കാനായി എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമാണ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. സംസ്ഥാനത്താകെ ഏകദേശം 170-ലധികം തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുത്ത യോഗി ആദിത്യനാഥിന് യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ചിന്തിക്കേണ്ട ഘടകമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മറ്റാരെയും കൈകടത്താൻ അനുവദിക്കാതെ കൂടിയാലോചനകൾ ഇല്ലാതെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച യോഗിയുടെ നടപടി തുടക്കത്തിലെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇതുൾപ്പെടെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള എതിർപ്പുകളും യോഗിക്ക് നേരിടേണ്ടി വരും. കൂടാതെ മറ്റു വിഷയങ്ങളിലെ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടി വരും. ഏറ്റവും ഒടുവിൽ യു.പിയിലെ പരാജയത്തിന്റെ കാരണങ്ങൾ തേടി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന ഘടകത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമാവും യോഗിയുടെയും യു.പി ബി.ജെ.പിയുടെയും ഭാവി എന്താണെന്ന് അറിയാനാവുക. അതേസമയം മോദിയുടെ സ്ഥിതിയും യോഗിക്ക് സമാനം തന്നെയാണ്. വാരണാസി മണ്ഡലത്തിൽ തുടർച്ചയായ 3-ാം തവണയും വിജയിക്കാൻ സാധിച്ചുവെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കേറ്റ തിരിച്ചടി അദ്ദേഹത്തിനോ പാർട്ടിക്കോ അടുത്ത കാലത്തൊന്നും മറക്കാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ 2 തവണ ലഭിച്ച ഭൂരിപക്ഷത്തിൽ വലിയ ഇടിവ് നേരിടേണ്ടി വന്ന നരേന്ദ്രമോദിക്ക് വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിക്ക് പുറകിൽ പോകേണ്ടിയും വന്നു. 1,52,513 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇത്തവണ വാരണാസിയിൽ മോദിക്ക് ലഭിച്ചത്. 2019-ലെ ഭൂരിപക്ഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷത്തിലുണ്ടായിരിക്കുന്നത് 3.2 ലക്ഷം വോട്ടിന്റെ ഇടിവാണ്. ഏറ്റവും രസകരമായ കണക്കെന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ 2ാമത്തെ വിജയശതമാന നിരക്കുള്ള സിറ്റിംഗ് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നതാണ്. 1991-ലെ തിരഞ്ഞെടുപ്പിൽ 12.78% വിജയശതമാന നിരക്കുള്ള ചന്ദ്രശേഖർ ആസാദ് മാത്രമാണ് ഈ പട്ടികയിൽ നരേന്ദ്രമോദിക്ക് താഴെയുള്ളത്. 1984-ലെ തിരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധി നേടിയ 72.38% ഈ പട്ടികയിലെ ഉയർന്ന നിരക്ക്. ഏതായാലും ഇത്തവണ മോദിയും കൂട്ടരും കളിച്ച എല്ലാ കളികളും വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കുന്നു എന്ന് സാരം.